This call is now taking notes. This call is now being recorded. Good afternoon, all. Good afternoon, ma'am. Good afternoon, Miss. Good afternoon, ma'am. Okay, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ICU എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. Then ഇത് നമ്മൾ പുതിയൊരു ചാപ്റ്റർ ആണ് എടുക്കുന്നത്. സോ ചാപ്റ്റർ വെന്റിലേറ്റർ ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് നെക്സ്റ്റ് വെന്റിലേറ്റർ ആണെന്ന്. നോക്കിയായിരുന്നു ആരെങ്കിലും? വായിച്ചോ? ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയോ? ആരും വായിച്ചില്ല. ജസ്റ്റ് എടുക്കാൻ വേണ്ടി കാത്തിരിക്കണോ? വായിച്ചു നോക്കിയോ ആരെങ്കിലും? വെന്റിലേറ്റർ ആണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വായിച്ചായിരുന്നു ആരെങ്കിലും? ആരും വായിച്ചില്ല. ഒരു റെസ്പോൺസ് ഇല്ലല്ലോ. ടെക്സ്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ, ടെക്സ്റ്റ് ഇല്ലാത്തവരുണ്ട്. ടെക്സ്റ്റ് ഉള്ളവർ വായിച്ചായിരുന്നോ? ഉള്ളവരും വായിച്ചിട്ടില്ല. ഓക്കെ, കുഴപ്പമില്ല, നോക്കാം. സോ വെന്റിലേറ്റർ അല്ലെ, നമ്മളെല്ലാവരും തന്നെ, നിങ്ങൾ എല്ലാവരും തന്നെ കേട്ടിട്ടുള്ള ഒരു വാക്കാണ് വെന്റിലേറ്റർ എന്നുള്ളത്. ആരെങ്കിലും കേൾക്കാത്തതായിട്ടുണ്ടോ? വെന്റിലേറ്റർ കേട്ടിട്ടില്ല എല്ലാവരും? വെന്റിലേറ്റർ കേട്ടിട്ടുണ്ടോ? യെസ് അല്ലേ? എപ്പോഴാണ് നമ്മൾ പേഷ്യൻസിന് വെന്റിലേറ്ററിലാണ് എന്ന് പറയുന്നത്? ഏതൊരു അവസ്ഥയിൽ എത്തുമ്പോഴാണ് നമ്മൾ വെന്റിലേറ്റർ ഉപയോഗമായിട്ട് വരുന്നത് ഹോസ്പിറ്റലിൽ? എമർജൻസി എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ളത് മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജ് എത്തുമ്പോഴാണ് പേഷ്യന്റിന് നമ്മൾ വെന്റിലേറ്ററിലോട്ട് മാറ്റുന്നത് അല്ലെ? വളരെ സീരിയസ് ആയിട്ട് വരുന്ന ഒരു സിറ്റുവേഷനിൽ എത്തുമ്പോഴാണ് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നത്. കനോട്ട് ബ്രീത്ത്, ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലോട്ട് എത്തുക. ഹോസ്പിറ്റലിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. ICU എന്നതുപോലെ തന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് വെന്റിലേറ്റർ. ഓക്കെ, വെന്റിലേറ്ററിന്റെ ഉള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ ആരെങ്കിലും കസിൻസോ ആരെങ്കിലും നടന്നപ്പോൾ അറ്റ്ലീസ്റ്റ് വെന്റിലേറ്ററിന്റെ അകത്ത് കയറിയിട്ടുള്ളവരുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല? ഉണ്ട്, കുറച്ച് പേരുണ്ട് അല്ലെ. എന്തായാലും കയറിയിട്ടുള്ളവരോടാണ് ഞാൻ ചോദിക്കണത്. ഒരു വെന്റിലേറ്റർ എന്ന് പറയുമ്പോ അവിടെ എങ്ങനെയാണ്? അവിടേക്ക് മറ്റുള്ളവർക്ക് പ്രവേശനം ഉണ്ടോ? ഉണ്ടോ? മറ്റൊരാൾക്ക് അതിലേക്ക് പ്രവേശിക്കാൻ സാധിക്കോ? ഇല്ല അല്ലെ. നോട്ട് മിഷൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും. എന്നാൽ ICU പോലെ തന്നെ ഒരുപാട് എക്യുപ്മെന്റ്സുകൾ നിറഞ്ഞ ഒരു ഏരിയ ആണ് വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണ് അവിടെ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. ഫുൾ ടൈം ഈ പേഷ്യൻസിന് നമ്മൾ അവിടെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മളുടെ ചാപ്റ്ററിലോട്ട് വരാം. ഇൻട്രൊഡക്ഷൻ വായിക്കാം. എന്താണ് വെന്റിലേറ്റർ എന്നുള്ള ഔട്ട്ലൈൻ ആണ് ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. നോക്കാം. A medical ventilator is an equipment that assists the lungs work. Underline ചെയ്യാട്ടോ. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. A medical ventilator is an equipment. വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്യുപ്മെന്റ് ആണെന്ന് അല്ലെ. അപ്പൊ ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു. സോ ഈ വെന്റിലേറ്റർ ഇസ് an equipment that assists in lungs work. നമ്മുടെ ലങ്സിന്റെ അല്ലെങ്കിൽ നമ്മുടെ ശ്വാസകോശത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ശ്വാസകോശ പ്രവർത്തനത്തിന് നമ്മൾ പറഞ്ഞു ശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് അല്ലെ, ബ്രീത്തിങ് പ്രോബ്ലംസിന് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് തനിയെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ള അത്രയ്ക്കും ക്രിട്ടിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ വരുന്ന പേഷ്യൻസിന് അവരുടെ ലങ്സിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, അവരുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനങ്ങളെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ്, ഒരു എക്യുപ്മെന്റ് ആണ് മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തോ? ഫസ്റ്റ് ലൈൻ, മെഡിക്കൽ വെന്റിലേറ്റർ is an equipment that assists lungs work. Then it can be a life-saving machine. അല്ലെ, ഇതൊരു ലൈഫ് സേവിംഗ് മെഷീൻ ആണ്, ഒരു ജീവൻ രക്ഷാ യന്ത്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. If the patient is in condition that makes it hard to breathe properly or when cannot breathe at all. അപ്പോ രണ്ട് സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ലൈഫ് സേവിംഗ് മെഷീൻ ആണെന്ന്, എക്യുപ്മെന്റ് ആണെന്ന്. അതായത് പേഷ്യന്റിന് ചിലപ്പോ
ഭയങ്കര ബ്രീത്ത് ചെയ്യാനായിട്ട് തടസ്സം വരിക, ബുദ്ധിമുട്ടുന്ന രീതിയിൽ വരുമ്പോഴും, അതുപോലെ ഒട്ടും തന്നെ തനിയെ അവർക്ക് ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഒട്ടും തന്നെ തനിയെ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റാത്ത ഒരു സിറ്റുവേഷനിലും ഇത് ഒരു ലൈഫ് സേവിങ് മെഷീൻ ആണ് അല്ലെ. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിൽ എത്തുമ്പോൾ പേഷ്യൻസിന് ചിലപ്പോ ബ്രീത്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് ആ ഒരു മെഷീന്റെ സഹായത്തോട് കൂടിയിട്ടായിരിക്കും ബ്രീത്തിങ് സാധ്യമാക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഒരു ലൈഫ് സേവിങ് മെഷീൻ എന്നും വെന്റിലേറ്ററിനെ വിളിക്കുന്നു. Then a ventilator helps to pump air in and out of the lungs, so the body can get the oxygen it requires. അതുപോലെ തന്നെ എന്താണ്, നമ്മള് ശ്വാസകോശത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായു എയറിന് പമ്പ് ചെയ്യുന്നു അല്ലെ, വായു പമ്പ് ചെയ്തിട്ട് നമ്മളുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ നമ്മുടെ ശരീരത്തിലേക്ക് വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടി എത്തിക്കുന്നു. The patient may wear a befitting mask to help get oxygen from the ventilator into the lungs. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസ് മാസ്ക് വഴി അല്ലെ, നമ്മള് ഓക്സിജൻ മാസ്ക് വെച്ചിട്ടുണ്ടാകും, ഈ ഓക്സിജൻ മാസ്ക് വഴിയാണ് ആ പേഷ്യൻസ് ഓക്സിജൻ ലങ്സിലോട്ട് സ്വീകരിക്കുന്നത്. Or if the patient's condition is more critical, a breathing tube may be pressed down to the throat to supply lungs with the oxygen. ഇനി മോസ്റ്റ് ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസ്, അതായത് മാസ്ക് നമ്മള് എന്താണ് മാസ്ക് വെച്ചിട്ടും അതിലൂടെയും ശ്വാസം ഓക്സിജൻ എടുക്കാൻ പറ്റാത്ത പേഷ്യൻസ്, അതിലേയും ഉപരി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ അത്തരത്തിലുള്ള പേഷ്യൻസിന് നമ്മള് ബ്രീത്തിങ് ട്യൂബ്, അതായത് നമ്മള് കഴുത്തിന് ചെറിയൊരു മുറിവുണ്ടാക്കി ബ്രീത്തിങ് ട്യൂബ് ശ്വസിക്കാനായിട്ട് നമ്മൾ ബ്രീത്തിങ് ട്യൂബിന്റെ സഹായത്തോട് കൂടിയിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നു. മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുണ്ടെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വരെ ഉപയോഗിക്കുന്നു. അല്ല അത്യാവശ്യം എന്താ പറയാ ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടി നമ്മൾ ഓക്സിജൻ സ്വീകരിക്കുന്ന പേഷ്യൻസ്. ദെൻ അങ്ങനെ സാധിക്കാതെ വരുന്ന പേഷ്യൻസ്, മോസ്റ്റ് ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ നമുക്ക് എന്താണ് ബ്രീത്തിങ് ട്യൂബ് വഴി അവർക്ക് ഓക്സിജൻ ലങ്സിലോട്ട് ഈ ഒരു വെന്റിലേറ്റർ വഴി എത്തിക്കുന്നു. ഓക്കെ, അപ്പൊ ഒരു വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗണ്ട് കുറവാണോ? സൗണ്ട് കുറവാണോ? എല്ലാവർക്കും അങ്ങനെയാണോ? അല്ല, കേൾക്കാം. ഓക്കെ, സൗണ്ട് ഓക്കെ, ഇനി ഒന്ന് നോക്കാം കേട്ടോ. കുറവാണ്. ഓക്കെ, സൗണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? സൗണ്ട് ഓക്കെ ആണോ ഇപ്പോ? ഓക്കെ, അപ്പൊ എന്താണ് വെന്റിലേറ്റർ എന്നാണ് നമ്മൾ ആ ഫസ്റ്റ് പാരഗ്രാഫിലൂടെ പഠിച്ചത്. വെന്റിലേറ്ററിന്റെ ഒരു ഔട്ട്ലൈൻ ആണ്. സോ മെഡിക്കൽ വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്യുപ്മെന്റ് ആണ്, നമ്മളുടെ ഒരു ലൈഫ് സേവിങ് മെഷീൻ ആണ് അല്ലെ. നമ്മൾക്ക് എന്താണ് ബ്രീത്തിങ് ബ്രീത്തിങ് ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിനും ദെൻ ഒട്ടും തന്നെ സ്വയം ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റാത്ത പേഷ്യൻസിനും നമ്മൾ ഇതൊരു ലൈഫ് സേവിങ് എക്യുപ്മെന്റ് ആണ്. ദെൻ നമ്മുടെ ശരീരത്തിലേക്ക് പേഷ്യന്റിന്റെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ വെന്റിലേറ്റർ വഴി നമുക്ക് എത്തിക്കുന്നു. ദെൻ ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണെങ്കിൽ ബ്രീത്തിങ് ട്യൂബ് വഴിയാണ് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കി. അണ്ടർലൈൻ ചെയ്തില്ല എല്ലാവരും? മെഡിക്കൽ വെന്റിലേറ്റർ ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്തല്ലോ. ഓക്കെ, ഇനി ഇൻട്രൊഡക്ഷൻ ഒന്ന് വായിച്ചു നോക്കാം, ഒരു പ്രാവശ്യം വായിച്ചു നോക്കാം. എളുപ്പമാണ് ഈ ചാപ്റ്റർ, ചെറിയൊരു ചാപ്റ്റർ ആണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അണ്ടർലൈൻ ചെയ്തേണ്ടത് ഫസ്റ്റ് സെന്റൻസ് തന്നെ കേട്ടോ. എ മെഡിക്കൽ വെന്റിലേറ്റർ ഈസ് ആൻ എക്യുപ്മെന്റ് ദാറ്റ് അസിസ്റ്റ് ദി ലങ്സ് വർക്ക്. ഓക്കെ, തെറ്റായി. ഓക്കെ, കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഇൻട്രൊഡക്ഷൻ മാത്രം വായിച്ചിട്ടുള്ളൂ. Complete the introduction. Okay, the next one. A ventilator is also known by other names. Any
വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ ബ്രീത്തിങ് മെഷീൻ, സെക്കൻഡ് വൺ മെക്കാനിക്കൽ വെന്റിലേഷൻ. അണ്ടർലൈൻ ചെയ്യാട്ടോ, എക്സാമിന് ചോദിക്കാറുണ്ട്. വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റ് രണ്ട് പേരുകൾ ബ്രീത്തിങ് മെഷീൻ എന്നോ അതുപോലെ മെക്കാനിക്കൽ വെന്റിലേഷൻ. പക്ഷെ നമ്മൾ നോർമലായിട്ട് എപ്പോഴും വെന്റിലേറ്ററിന് തന്നെയായിരിക്കും കേട്ടിരിക്കുന്നത് അല്ലേ? ആണോ? കോമൺ ആയിട്ട് എപ്പോഴും വെന്റിലേറ്റർ എന്നാ പറയാം. പക്ഷെ മറ്റു രണ്ട് പേരുകളിലും കൂടി വെന്റിലേറ്റർ അറിയപ്പെടുന്നു. ബ്രീത്തിങ് മെഷീൻ എന്നും അതുപോലെ തന്നെ മെക്കാനിക്കൽ വെന്റിലേഷൻ. രണ്ടും പഠിക്കണം കേട്ടോ, എക്സാമിന് ചിലപ്പോൾ ചോദിക്കും അതർ നെയിംസ് ഏതൊക്കെയാണെന്ന്. The next one, some of the health conditions that may require ventilators. അല്ലെ, നമ്മൾ പറഞ്ഞു ഒരു ഹോസ്പിറ്റലിലേക്ക് കടന്നു വരുന്ന ഏത് അസുഖമാണെങ്കിലും ഏത് രോഗമായിട്ട് വരുന്ന പേഷ്യൻസിന് നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായം വേണോ, ആവശ്യമാണോ? ചെറിയൊരു പനിയായിട്ട് ചുമയായിട്ട് വരുന്ന ഒരു വ്യക്തിയുടെ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം വേണോ, വേണ്ടി വരുമോ? എല്ലാ പേഷ്യൻസിനും വെന്റിലേറ്ററിന്റെ ആവശ്യമുണ്ടോ? ഇല്ല അല്ലെ. പേഷ്യൻസിന്റെ ഹെൽത്ത് കണ്ടീഷൻസിനനുസരിച്ചിട്ടാണ് നമ്മള് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. സോ ഇവിടെ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സം ഹെൽത്ത് കണ്ടീഷൻ, ഏതെല്ലാം തരത്തിലുള്ള ഹെൽത്ത് കണ്ടീഷൻസ് വരുമ്പോഴാണ് നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായി വരുന്നത്. ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഹെൽത്ത് കണ്ടീഷൻസ് ക്യാൻ ലീഡ് ടു ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് അല്ലെ. ചില ഹെൽത്ത് കണ്ടീഷൻസ് വരുമ്പോൾ അത് ബ്രീത്തിനെ അഫക്ട് ചെയ്യും. അതായത് തനിയെ ശ്വസിക്കാനായിട്ടുള്ള നമ്മുടെ ബ്രീത്തിങ്ങിനെ വളരെ നല്ല രീതിയിൽ അത് അഫക്ട് ചെയ്യും. സോ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. സോ ഡിഫിക്കൽട്ടി ഇൻ ബ്രീത്തിങ് വരുന്ന ഹെൽത്ത് കണ്ടീഷൻസ് ആണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഹെൽത്ത് കണ്ടീഷൻസ് ആണ്, അതിൽ കുറച്ച് ഫുൾ ഫോമുകൾ വരുന്നുണ്ട് പഠിക്കാൻ. സോ ഫുൾ ഫോമുകൾ പഠിച്ചു വെക്കണം, ദെൻ ഹെൽത്ത് കണ്ടീഷൻസും പഠിച്ചിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. ARDS. ARDS ഫുൾ ഫോം നോക്കാം. അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം. ക്യാപിറ്റൽ ആയിരിക്കണം, ഫുൾ ഫോമിന്റെ എല്ലാം ഫസ്റ്റ് ക്യാപിറ്റൽ ആയിരിക്കണേ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണോ? ക്യാപിറ്റൽ ആണോ? ഫുൾ ഫോംസ് എപ്പോഴും എഴുതുമ്പോൾ ഏതൊരു ഫുൾ ഫോം ആണെങ്കിലും ക്യാപിറ്റൽ ആയിരിക്കണം. ഓക്കെ, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം കേട്ടിട്ടുണ്ടോ? ARDS, DS കേട്ടിട്ടുണ്ടോ? എന്താണ് ARDS? എന്താണെന്നൊന്നും പഠിക്കാനില്ല നിങ്ങൾക്ക്, ജസ്റ്റ് ആ പേര് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞാനൊന്ന് പറഞ്ഞുതരാം, അറിഞ്ഞിരിക്കണമല്ലോ. സോ ARDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വസിക്കാനായിട്ട് ബ്രീത്തിങ് എന്താണ്, ശ്വസന പരാജയമാണ് ARDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ന്യൂമോണിയ വന്ന ഒരു വ്യക്തിക്ക്, ന്യൂമോണിയ വന്നു കഴിഞ്ഞ വ്യക്തികള്, അതുപോലെ തന്നെ COVID-19 അല്ലെ, കോവിഡ് വന്നു കഴിഞ്ഞിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഈ ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ വന്നേക്കാം. അതൊരു അവരുടെ സൈഡ് എഫക്ട്സ് ആയിട്ട് അതിന്റെ ഭാഗമായിട്ട് ന്യൂമോണിയ ആയിട്ട് അഡ്മിറ്റഡ് ഒക്കെ ആയിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ അത് ബ്രീത്തിങ്ങിലോട്ട് എത്തിക്കും, ബ്രീത്തിങ് പ്രോബ്ലത്തിലോട്ട് വരുന്നു. സോ ആ ഒരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ അതാണ് ARDS എന്ന് പറയുന്നത്. ശ്വാസകോശത്തിന്റെ പരിക്കടങ്ങി ശ്വാസകോശത്തിന്റെ തകരാറ് സംഭവിക്കുകയാണ്. ന്യൂമോണിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ലങ്സ് ഇൻഫെക്ഷൻ ആണ് അത് അല്ലെ. സോ അതുമൂലം ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാവുന്നു. സോ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം ഫുൾ ഫോം പഠിക്കണം കേട്ടോ, അതൊന്നും നോട്ട് ചെയ്ത് വെച്ചേക്കാം, ഫുൾ ഫോം പഠിക്കാനുണ്ട്. നെക്സ്റ്റ് വൺ COPD. COPD നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വേറെ ചാപ്റ്ററുകളിൽ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അല്ലെ, COPD വിത്ത് ലോ ഓക്സിജൻ സാച്ചുറേഷൻ. അതായത് നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ കുറയുന്ന അവസ്ഥ, നോർമൽ ഓക്സിജൻ റേറ്റ് ഉണ്ടല്ലോ, ആ നോർമൽ റേറ്റിനേക്കാളും ഓക്സിജന്റെ ലെവല് താഴ്ന്നു പോകുന്ന ഒരവസ്ഥ. മീൻസ് കുറച്ചുകൂടി ഈ ആസ്മ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഒരു ഓക്സിജൻ റേറ്റ് ലോ ആയിട്ട് കുറയാൻ തുടങ്ങും. ഒരു ഏജ് കഴിയുമ്പോൾ പറഞ്ഞ പോലെ COPD ആയിട്ട് മാറാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് ഫുൾ ഫോം പഠിക്കണം കേട്ടോ, പഠിച്ചിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി. ദെൻ നെക്സ്റ്റ് വൺ ആസ്മ അല്ലെ, ആസ്മ പേഷ്യൻസിലൊക്കെ ആണെങ്കിൽ വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. അതുപോലെ ബ്രെയിൻ ഇഞ്ചുറി, ബ്രെയിന് പറ്റുന്ന പരിക്കുകൾ. കാർഡിയാക് അറസ്റ്റ്. എന്താ കാർഡിയാക് അറസ്റ്റ് എന്ന് പറഞ്ഞാല് ഹൃദയ നമ്മുടെ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെ. ദെൻ ന്യൂമോണിയ റിലേറ്റഡ് വിത്ത് വൈറൽ ഓർ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ്. ന്യൂമോണിയ റിലേറ്റഡ് ആയിട്ടുള്ള വൈറൽ ആയിട്ടോ ബാക്ടീരിയൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻസ്.
ശ്വാസകോശത്തിലുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്നത്. കൊളാപ്സ്ഡ് ലങ്സ്, അതായത് തകർന്ന ശ്വാസകോശം, പല കാരണങ്ങൾ കൊണ്ട് ശ്വാസകോശത്തിന് തകരാറ് സംഭവിച്ചിട്ടുള്ളത്. ദെൻ സ്ട്രോക്ക്, സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ട്രോക്ക് വരുന്നത് കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഒരു വശത്ത് തളർന്നു പോവുക, അല്ലെങ്കിൽ ഇല്ലേ, അതിനെയാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ സ്ട്രോക്ക് വരുന്നതെന്ന് അറിയോ? സ്ട്രോക്ക് വരുന്നത് അതിന്റെ മെയിൻ റീസൺ എന്താണെന്ന് അറിയാമോ? സ്ട്രോക്കിന്റെ മെയിൻ റീസൺ അതായത് നമ്മളുടെ ബ്രെയിനിലേക്കുള്ള, നമ്മുടെ തലച്ചോറിലോട്ടുള്ള ബ്ലഡ് ക്ലോട്ട് ആവുക, അല്ലെങ്കിൽ രക്തയോട്ടം ശരിയായ രീതിയിൽ നടക്കാതെ വരിക. അപ്പോഴാണ്, ബ്ലഡ് ക്ലോട്ട് ആകുമ്പോഴാണ് നമുക്ക് ഇതുപോലെ ഒരു ബലക്ഷയം, തളർച്ച, അല്ലെങ്കിൽ ഒരു വശം തളർന്നു പോവുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്നു. Then coma or loss consciousness, കോമ സ്റ്റേജിലോട്ട് എത്തുമ്പോൾ, അല്ലെ, പേഷ്യന്റ് ഒരു കോമ സ്റ്റേജിലോട്ട് എത്തി കഴിയുമ്പോഴും, അതുപോലെ തന്നെ ലോ ഓഫ് കോൺഷ്യസ്നെസ്, അതായത് ഇതുപോലെ തന്നെ ബ്ലഡ് ഒക്കെ ക്ലോട്ട് ആകുമ്പോൾ നമ്മുടെ അബോധാവസ്ഥയിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷൻ, കോൺഷ്യസ്നെസ്, അല്ലെ, ലോസ് ഓഫ് കോൺഷ്യസ്നെസ്, ബോധം നഷ്ടപ്പെട്ടു പോവുക, ഒരു അബോധാവസ്ഥയിലോട്ട് എത്തുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമാണ്. ദെൻ ഡ്രഗ് ഓവർഡോസ്, ഓവർഡോസ്, ഡ്രഗിന്റെ ഓവറായിട്ടുള്ള ഉപയോഗം മൂലം ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ. അതെന്താണ് ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ? അതായത് നമ്മുടെ ശരീരത്തില് കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന ഒരു അവസ്ഥ, അതാണ് ഹൈപ്പർ ക്യാപ്നിക് റെസ്പിറേറ്ററി ഫെയിലിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, എന്താണെന്നൊന്നും പഠിക്കാനില്ല, മനസ്സിലാക്കി വെക്കാനാണ് ഇപ്പൊ പറയുന്നത്. ഹൈപ്പർ ക്യാപ്നിക്, കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന ഒരവസ്ഥ. Then lung infection, lungs infections. Then next one, myasthenia gravis. Myasthenia gravis, അതായത് നമ്മളുടെ myasthenia gravis എന്ന് പറഞ്ഞാൽ പേശികളുടെ ബലഹീനത അല്ലെങ്കിൽ ബലക്ഷയം സംഭവിക്കുക. ഇപ്പൊ മസിൽസുകള്, ഇപ്പൊ നമ്മളിപ്പോ ഫേസിലാണെങ്കിലും ഇപ്പൊ മസിൽസുകള് ശരിയായിട്ടുള്ള രീതിയിൽ ബലക്ഷയം ഉണ്ടെങ്കിൽ ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പൊ സോ പേശികളുടെ ബലക്ഷയത്തെയാണ് myasthenia gravis എന്ന് വിളിക്കുന്നത്. സെപ്സിസ്, സെപ്സിസ് എന്താണ് പഠിച്ചിട്ടുണ്ടല്ലോ? സെപ്സിസ് അണുബാധ, അതായത് രക്തത്തിൽ കൂടിയ രക്തത്തിലൊക്കെ ഉള്ള അണുബാധ, ഇൻഫെക്ഷൻസുകൾ. ദെൻ നമ്മുടെ ബ്ലഡിലുള്ള ഇൻഫെക്ഷൻസ്. അപ്പർ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, സ്പൈനൽ കോഡിൽ നിന്ന് സംഭവിക്കുന്ന ഇഞ്ചുറീസ്. പ്രീമെച്യൂർ ലങ് ഡെവലപ്മെന്റ് ഇൻ ബേബീസ്, അതായത് പ്രീമെച്യൂർ ലങ് ഡെവലപ്മെന്റ്, അതായത് നമുക്കറിയാം, എന്താ പറയാ, ന്യൂ ബോൺ ബേബീസ് തന്നെ ഇപ്പോ എന്താ പറയാ, മാസം തെറ്റിയുള്ള ഡെലിവറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അല്ലെ? ഒരു 7 മന്തിലോ 6 മന്ത്സിലാവുമ്പോഴേക്കും എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ആയിട്ട് ഇങ്ങനെ സർജറി ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ എടുക്കുന്ന അവസ്ഥ. സോ അറ്റ് ദാറ്റ് ടൈമില് കുഞ്ഞിന്റെ ലങ്സ് ഒന്നും എന്താണ് ഡെവലപ്മെന്റ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ചിലപ്പോൾ അവർക്ക് ബ്രീത്ത് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിലും വെന്റിലേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നു. അവർക്ക് ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെന്റിലേറ്ററിന്റെ സഹായം തേടുന്നു. ഓക്കെ, അപ്പോ ഇത്രയുമാണ് നമ്മള് ഹെൽത്ത് കണ്ടീഷൻസ് ആണ് വെന്റിലേറ്റർ റിക്വയർ ആയിട്ട് വരുന്ന സാഹചര്യങ്ങൾ. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി നോക്കാം. ഫസ്റ്റ് വൺ ARDS, അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, ബ്രീത്തിങ് പ്രോബ്ലം ആണ്. ദെൻ COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ്, ഓക്സിജന്റെ അളവ് കുറയുന്ന ഒരവസ്ഥ. ദെൻ ആസ്മ, ബ്രെയിൻ ഇഞ്ചുറി, cardiac arrest, pneumonia related with the viral bacterial infections, collapsed lung, stroke, coma or loss of consciousness, drug overdose, hypercapnic respiratory failure, carbon dioxide അളവ് കൂടുന്ന അവസ്ഥ. Then lung infection, myasthenia gravis, sepsis and infection in your blood, upper spinal cord, then premature lung development. Okay, then ഇനി ഒന്ന് വായിച്ചു നോക്കി ഹെൽത്ത് കണ്ടീഷൻസ്. വായിക്കുമ്പോൾ അതൊന്ന് മാക്സിമം പഠിക്കാം. കൊളാപ്സുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്ന ശ്വാസകോശം, പലവിധ കാരണങ്ങൾ കൊണ്ട് ശ്വാസകോശത്തിന് തകരാറ് സംഭവിക്കുന്നത്. ഇപ്പൊ എന്തെങ്കിലും ഹാബിറ്റ് ആയിരിക്കാം, അല്ലെ? എന്താണ് അൺഹെൽത്തി ഹാബിറ്റ്സ് കൊണ്ട് ശ്വാസകോശത്തിന് തകരാറ്. ഇപ്പൊ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഒരുപാട് സിഗരറ്റ്, അങ്ങനെ മദ്യപാനം, സിഗരറ്റ് ഒക്കെ മൂലം വരാം, അല്ലെങ്കിൽ ആക്സിഡൻസ് മൂലം, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മുടെ ശ്വാസകോശം കൊളാപ്സ്ഡ് ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, വായിച്ചു നോക്കാം. വായിക്കുമ്പോ മാക്സിമം അത് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കണം. ARDS, COPD ഫുൾ ഫോം പഠിക്കണം കേട്ടോ.
മൈനസ്തീനിയ ഗ്രാവിസ് എന്ന് പറഞ്ഞാൽ പേശികൾക്ക് സംഭവിക്കുന്ന ബലക്ഷയമാണ് കേട്ടോ. പേശികൾക്ക്, നമ്മുടെ പേശികൾക്ക് സംഭവിക്കുന്ന ബലക്ഷയം. സോ ബ്രീത്തിങ്ങിനൊക്കെ പ്രോബ്ലം വരുന്നു. കംപ്ലീറ്റ് ചെയ്തോ? സെവൻത് വൺ കൊളാപ്സ്ഡ് ലെൻസ്. അതാണ് നമ്മളിപ്പോ പറഞ്ഞത്, പല കാരണങ്ങൾ കൊണ്ട് ലെൻസിൽ സംഭവിക്കുന്ന പരിക്കുകൾ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ? The next one, during surgery, ventilators are needed. സർജറിയുടെ സമയത്ത് വെന്റിലേറ്റർ ആവശ്യമാണെന്ന്. എങ്ങനെയാ ആവശ്യം വരുന്നത് നോക്കാം. If the patient is given general anesthesia for a surgical procedure, he is required to be on a ventilator while sleeping. This is due to some anesthesia drugs can make it difficult for the patients to breathe properly on his own while in a sleep-like state. അതായത് ഒരു സർജറി പ്രൊസീജിയർ, നമുക്കറിയാം സർജറി ഒക്കെ ചെയ്യുന്ന ടൈമിൽ അനസ്തേഷ്യ കൊടുക്കും പേഷ്യന്റിന്. അറിയാലോ ഇതിനു വേണ്ടിയിട്ടാണ് അനസ്തേഷ്യ കൊടുക്കുന്നത്. അനസ്തേഷ്യ എന്തിനു വേണ്ടിയിട്ട് അനസ്തേഷ്യ നൽകുന്നത്? സർജറി ചെയ്യുമ്പോൾ അനസ്തേഷ്യ, മേജർ ഓപ്പറേഷൻസിനും സർജറിക്കൊക്കെ നമ്മൾ അനസ്തേഷ്യ കൊടുക്കും പേഷ്യന്റിന്, അല്ലേ? എന്തിനാ അനസ്തേഷ്യ കൊടുക്കുന്നത്? സഡേറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെ? നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ സർജറിയുടെ പെയിൻ റിലീഫ് ചെയ്യാൻ, അല്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ സഡേറ്റീവ് ആക്കുകയാണ്, അല്ലെ? സോ ആ ഒരു ടൈമില് ഈ നമ്മൾ സഡേഷൻ കൊടുക്കുന്ന അനസ്തേഷ്യ നൽകുമ്പോൾ അനസ്തേഷ്യയുടെ ഡ്രഗ് ചില പേഷ്യൻസിന് ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാക്കുന്നു. ഓക്കെ, അനസ്തേഷ്യയുടെ ഡ്രഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കുറച്ച് ചില പേഷ്യൻസിന് അത് ബ്രീത്തിങ് പ്രോബ്ലം, ബ്രീത്ത് ചെയ്യാനായിട്ട് ഇതിന് ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. സോ ഇവിടെ പറയുന്നത് ഇങ്ങനെ സർജറി ടൈമില് നമ്മൾ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻസിന് ആ സർജറിയുടെ ടൈമില് അവർ ആ ഒരു സ്ലീപ്പിംഗ് മീൻസ് അവർ ആ ഒരു കിടക്കുന്ന ആ ഒരു അവസ്ഥയിൽ ചിലപ്പോൾ വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. കാരണം ബ്രീത്തിങ് പ്രോബ്ലം സൃഷ്ടിക്കുന്നു. എന്തുകൊണ്ടാണ് ബ്രീത്തിങ് പ്രോബ്ലം? അനസ്തേഷ്യ നൽകുന്ന മെഡിസിൻസിന്റെ ഒരു എന്താ പറയാ സൈഡ് എഫക്ട് പോലെ എന്നൊക്കെ നമുക്ക് പറയാം. അത് എല്ലാ പേഷ്യൻസിനും ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല, എങ്കിലും പേഷ്യൻസിന് ചിലപ്പോൾ അത് ബ്രീത്തിങ് പ്രോബ്ലം, പെട്ടെന്ന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരികയോ അങ്ങനെ ശ്വാസതടസ്സമൊക്കെ വരുന്നത് മൂലം ആ ടൈമിൽ നമുക്ക് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. ഓക്കെ, then with the surgery the patients need to be on ventilator for a period as follows. ഇനി സർജറി ചെയ്യുന്ന ടൈമില് രണ്ട് ടൈമില് പേഷ്യന്റിന് വെന്റിലേറ്ററിന്റെ സഹായം വേണമെന്ന്. എപ്പോഴൊക്കെയാണ്? ഒന്ന് ഡ്യൂറിങ് സർജറിക്കും അതുപോലെ തന്നെ റിക്കവറിങ് ഫ്രം സർജറി. സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ടൈമിലും അതുപോലെ തന്നെ സർജറി കഴിഞ്ഞിട്ട് റിക്കവറി ആയിട്ടുള്ള ടൈമിലും പേഷ്യന്റിന് വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. ഫസ്റ്റ് വൺ നോക്കിയേ, ഡ്യൂറിങ് ടൈമില് a ventilator can provisionally perform the breathing for the patient while he is under general anesthesia. നമ്മൾ പറഞ്ഞ പേഷ്യന്റിന് നമ്മൾ അനസ്തേഷ്യ കൊടുത്ത് സർജറിയുടെ ടൈമിൽ കിടത്തുമ്പോൾ വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. Then recovering from surgery, a patient may occasionally require a ventilator to assist with the breathing for hours or longer following particularly. അതുപോലെ തന്നെ പേഷ്യന്റിന് ചിലപ്പോൾ സർജറി കഴിഞ്ഞിട്ടും ബ്രീത്തിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ബ്രീത്തിങ്ങിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ 4 hours, കുറച്ച് 2-3 മണിക്കൂറുകളോ, അല്ലെങ്കിൽ ചിലപ്പോൾ ചില പേഷ്യൻസിന് കുറച്ച് ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ചിലപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വന്നേക്കാം. അപ്പൊ സർജറി നടക്കുമ്പോഴും ഡ്യൂറിങ് സർജറി ടൈമിലും അതുപോലെ തന്നെ റിക്കവറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും സർജറി കഴിഞ്ഞ് റിക്കവറി ആയിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ കുറച്ച് മണിക്കൂറുകളോ അല്ലെങ്കിൽ ചിലപ്പോൾ ലോങ്ങർ ഒരു 1 day ഒക്കെ വെന്റിലേറ്റർ ആവശ്യമായി വന്നേക്കാം. ഓക്കെ, ഇനി ഒന്ന് വായിച്ചു നോക്കാം. ഡ്യൂറിങ് സർജറി വെന്റിലേറ്റർ ആർ നീഡഡ് എന്നുള്ള ഭാഗം വേറെ ഒന്നും ഇല്ലാതില്ല. പ്രത്യേകം പറയുന്നത് നമ്മൾ സർജറിക്ക് വേണ്ടി കൊടുക്കുന്ന അനസ്തേഷ്യക്ക് കൊടുക്കുന്ന ഡ്രഗ് ബ്രീത്തിങ് പ്രോബ്ലം സൃഷ്ടിക്കും. അതിനാൽ ആ ഒരു സർജറി ടൈമിലും സർജറി കഴിഞ്ഞിട്ടും പേഷ്യന്റിന് വെന്റിലേറ്റർ ആവശ്യമാണ്.
മനസ്സിലാക്കി വായിക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? വായിച്ചോ? സർജറി ടൈമിൽ എന്തുകൊണ്ടാണ് ആവശ്യമായി വരുന്നതെന്ന്. ഓക്കെ, നെക്സ്റ്റ് വൺ നോക്കാം. എ വെന്റിലേറ്റർ വോണ്ട് ക്യൂർ ആൻ ഇൽനെസ്. ഒരു വെന്റിലേറ്റർ ഒരിക്കലും രോഗത്തെ മാറ്റുന്നില്ല, അല്ലേ? ഇപ്പൊ നമ്മളൊരു അസുഖമായിട്ട് ചെല്ലുകയാണ്, ആ രോഗത്തെയാണോ വെന്റിലേറ്റർ മാറ്റുന്നത്? ആണോ? വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് അസിസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടി അസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്. അത് ഒരിക്കലും ഒരു പേഷ്യന്റിന്റെ രോഗത്തെ പൂർണ്ണമായിട്ടും ഭേദമാക്കുന്നില്ല. Then a ventilator's responsibility is to maintain patient breathing. Patientന്റെ breathing maintain ചെയ്യുന്നു, അല്ലാതെ പേഷ്യന്റിന്റെ അസുഖത്തെ ഭേദമാക്കുന്നില്ല. A ventilator's responsibility is to maintain the patient's breathing while the body battles an infection, a diseases or heals from trauma. എന്താണ് പറയുന്നത്? അതായത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റിന്റെ ബ്രീത്തിങ്ങിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെ എന്തൊക്കെയാണ്? അണുബാധ, ഇൻഫെക്ഷൻസ്, അതുപോലെ മറ്റേ അസുഖങ്ങൾ, ഡിസീസസ് ഓർ ഹീൽസ്, അതായത് ഇങ്ങനെ എന്തെങ്കിലും വലിയ വീഴ്ച ആഘാതങ്ങളൊക്കെ സംഭവിക്കുക, അല്ലെ? ഓർ ഹീൽസ് ഓർ ഫ്രം ട്രോമ, അതായത് വലിയ വീഴ്ചകളും ആഘാതങ്ങളും വരുന്ന മുറിവുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, പ്രോബ്ലംസുകളും ബാറ്റിൽസ് മീൻസ് ഒരു പോരാടിയിട്ട് നമ്മളുടെ ബോഡിയെ സംരക്ഷിക്കുക, ബ്രീത്തിങ്ങിനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ഇൻഫെക്ഷനോ അല്ലെങ്കിൽ അസുഖങ്ങളോ അല്ലെങ്കിൽ എന്താണ് നമ്മളുടെ മറ്റ് ആഘാതങ്ങളോ, മീൻസ് വീഴ്ചകളോ ആഘാതങ്ങളോ, ശ്വാസകോശത്തിന്റെ മറ്റ് പരിക്കുകളോ ഇങ്ങനെയുള്ള കേസസിൽ നിന്നും നമ്മളുടെ ബോഡിയെ നമ്മൾ ആ ഒരു പോരാടിക്കൊണ്ട് അവർക്കൊരു ബ്രീത്തിങ് ഒക്കെ കൊടുക്കാനായിട്ട് അസിസ്റ്റ് ചെയ്യുന്നു, അല്ലാതെ പേഷ്യന്റിന്റെ അസുഖത്തെ പൂർണ്ണമായിട്ടും ഒരു വെന്റിലേറ്റർ പറ്റുന്നില്ല. Then how does a ventilator work? എങ്ങനെയാണ് ഒരു വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത്? A medical ventilator employs pressure to expel carbon dioxide from your body and pump oxygenated air into your airways. അപ്പോൾ ഒരു മെഡിക്കൽ വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ എക്സ്പെക്റ്റഡ് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ഓക്സിജൻ, നമ്മുടെ ശരീരത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എയർ അല്ലെങ്കിൽ ഓക്സിജനെ നമ്മുടെ എയർ വേസിലോട്ട് എന്ത് ചെയ്യുന്നു? പമ്പ് ചെയ്യുന്നതാണ് വെന്റിലേറ്റർ ചെയ്യുന്നത്. ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള എയർ നമ്മൾ കൊടുക്കുന്നു. ഇനി ഏതൊക്കെയാണ് നമ്മുടെ എയർവേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എയർവേസിലോട്ട് ബ്രീത്ത് ചെയ്യാനായിട്ട് എയറിനെ കൊടുക്കുകയാണ്. ഇനി എയർവേസ് നമ്മൾ ശ്വസിക്കുന്ന നമ്മളുടെ എയർവേസ് ഏതൊക്കെയാണ്? നമുക്ക് ഏതെല്ലാം രീതിയിലൂടെ ശ്വസിക്കാൻ പറ്റും? ഏതെല്ലാം രീതിയിലൂടെയാണ് നമ്മൾ ശ്വസിക്കുന്നത്? നമ്മൾ വായിലൂടെ ശ്വസിക്കും, അല്ലെ? മൂക്കിലൂടെ ശ്വസിക്കും, അല്ലെ? പിന്നെ ഇങ്ങനെയാണ് ത്രോട്ട് നോക്കാം. യുവർ എയർവേസ് ഇൻക്ലൂഡ്, നമ്മുടെ ഓരോരുത്തരുടെയും എയർവേസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ് ആൻഡ് ലങ് ട്യൂബ്. ഓക്കെ, നോസ്, മൗത്ത്, ത്രോട്ട്. ത്രോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ തൊണ്ടയിൽ കൂടി, അല്ലെ? ഫാറിങ്സ്, ശ്വാസനാളം. വോയിസ് ബോക്സ്, ലാറിങ്സ്, നമ്മുടെ സ്വനപേടകം. വിൻഡ് പൈപ്പ് ആയിട്ടുണ്ടെങ്കിൽ ശ്വാസനാളം. അതുപോലെ തന്നെ ടെക്സ്റ്റിൽ എക്സ്പെക്റ്റിന് പകരം റിമൂവ് ആണ്. ഓക്കെ, റിമൂവ് ചെയ്യാന്നുള്ള മീനിങ് അത് തന്നെയാണ് കേട്ടോ. എക്സ്പെക്റ്റ് നല്ല റിമൂവ് ആണ്. ഓക്കെ, കാർബൺ ഡൈ ഓക്സൈഡിനെ റിമൂവ് ചെയ്തിട്ട് ഓക്സിജനെ നമ്മളുടെ എയറിലോട്ട്, എയർവേസിലോട്ട് പമ്പ് ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ഇവിടെ PDF എക്സ്പെക്റ്റഡ് ആയിരുന്നു, അതാണ് ഞാൻ വായിച്ചത്. ഓക്കെ, അവിടെ തിരിച്ചിട്ട് റിമൂവ് ആക്കിയിട്ടുണ്ട്, അല്ലെ? ഓക്കെ, എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന ടെക്സ്റ്റിൽ റിമൂവ് തന്നെയല്ലേ? റിമൂവ് കാർബൺ ഡൈ ഓക്സൈഡ് എന്നാണോ? ഓക്കെ, അപ്പൊ എയർവേസ് ഏതൊക്കെയാണെന്ന് പഠിക്കണം. ജസ്റ്റ് ആ പേരുകൾ മാത്രം പഠിച്ചു വെക്കുക. നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ്, വിൻഡ് പൈപ്പ് ആൻഡ് ലങ് ട്യൂബ്. ഓക്കെ, ഒന്ന് സൈഡിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്ക് കേട്ടോ. പഠിക്കണോ അതെ ഏതൊക്കെയാണ് എയർവേസ് എന്ന്. Then one
One of two methods for pushing oxygen into the lungs from ventilator is either a breathing tube or fitted mask. രണ്ട് രീതിയിലാണ് നമ്മൾ വെന്റിലേറ്ററിൽ നിന്നും ഓക്സിജനെ പുഷ് ചെയ്യുന്നത്. ഏതൊക്കെ രീതിയിലാണ്? ഒന്ന് ബ്രീത്തിങ് ട്യൂബ് വഴിയും അല്ലെങ്കിൽ ഫിറ്റഡ് ആയിട്ടുള്ള മാസ്ക് വഴിയും പേഷ്യൻസിലോട്ട് വെന്റിലേറ്റർ വഴി നമുക്ക് ഓക്സിജനെ ലങ്സിലോട്ട് പമ്പ് ചെയ്യാം. നമ്മൾ പറഞ്ഞു മോസ്റ്റ് ക്രിട്ടിക്കൽ ചിലപ്പോ ഫിറ്റഡ് മാസ്ക് വഴി ശ്വസിക്കാൻ എന്താ പറയാ ബ്രീത്ത് ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസിനാണെങ്കിൽ നമുക്ക് ട്യൂബ് ബ്രീത്തിങ് ട്യൂബ് വഴി അവർക്ക് ലങ്സിലോട്ട് ഓക്സിജൻ നമുക്ക് എത്തിക്കാം. That being on ventilator while the patient is conscious can be very uncomfortable, especially if the patient has breathing tube down to the throat. While attached to the ventilator, they are unable to speak, eat or move about. Okay. ആലോചിച്ച് നോക്കിയ വെന്റിലേറ്ററിൽ കിടക്കുന്ന ഒരു സിറ്റുവേഷൻ, അതായത് എക്സ്പെഷ്യലി ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ബ്രീത്തിങ് ട്യൂബ് ഇട്ട ഒരു പേഷ്യൻസ് തൊണ്ടയിൽ കൂടിയാണ് ആ ഒരു ട്യൂബ് ഇട്ട് ശ്വസിക്കുന്നത്. ദാറ്റ് ടൈമില് അൺഎബിൾ ടു സ്പീക്ക്, സംസാരിക്കാൻ പറ്റില്ല അല്ലേ? അതുപോലെ തന്നെ എന്താണ്, ഫുഡ് കഴിക്കാൻ പറ്റില്ല, ഈറ്റ് ചെയ്യാൻ പറ്റില്ല, ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. എന്തായിരിക്കും ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കി. എന്തായിരിക്കും ആ സിറ്റുവേഷൻ അല്ലേ? ആ പേഷ്യൻസിന്റെ, അതായത് ട്യൂബ് ഇടുന്ന പേഷ്യൻസിന്റെ, മാസ്ക് ആണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് പറയാം അല്ലെ. പക്ഷെ ഈ നമ്മള് ബ്രീത്തിങ് ട്യൂബ് ഇടുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ട്യൂബ് വെക്കുകയാണ് അല്ലെ. സോ നമുക്ക് ഒന്ന് അനങ്ങാൻ പറ്റില്ല, തല ഒന്നും ചലിക്കാൻ പറ്റില്ല, സ്പീക്ക് ചെയ്യാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ഫുഡ് കഴിക്കാൻ പറ്റില്ല അല്ലെ. വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് അല്ലെ. ഇപ്പൊ നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് കോവിഡ് ടൈം വന്ന സമയത്ത് കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടില്ല എല്ലാവരും? ചെയ്തിട്ടുണ്ടോ? ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് അല്ലെ മൂക്കിലൂടെയും വായിലൂടെയും നമ്മളിട്ട് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതൊരു 2-3 സെക്കൻഡ് ആയിരുന്നു. പക്ഷെ എത്രത്തോളം ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു. അത് ഇറിറ്റേഷൻ ആയിരുന്നോ? അല്ലെങ്കിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല? ഇറിറ്റേഷൻ ഉണ്ടായിരുന്നോ? നല്ല ബുദ്ധിമുട്ടായിരുന്നില്ലേ? 1-2 സെക്കൻഡ് പോലും നമുക്കത് സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ഫുൾ ടൈം ഇതിന്റെ ബ്രീത്തിങ് ട്യൂബ് ഇട്ടിരിക്കുകയാണ്. സംസാരിക്കാനോ വെള്ളം കുടിക്കാനോ അനങ്ങാനോ ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം അല്ലേ? ഓക്കെ, ഇവിടെ മുതൽ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഇവിടെ നിന്ന് നമ്മൾ വായിച്ചിട്ടില്ലല്ലോ. വെന്റിലേറ്റർ അവിടെ തുടങ്ങി പാരഗ്രാഫ് വരെ വായിക്കാം കേട്ടോ. ചെറിയ ചാപ്റ്റർ ആണ് കേട്ടോ ഇത്. പെട്ടെന്ന് നമുക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ചാപ്റ്റർ ആണ്. വലിയ ബുദ്ധിമുട്ടില്ല പഠിക്കാൻ. എയർവേസ് പഠിക്കണം കേട്ടോ. സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണം. എയർവേസ് ഇമ്പോർട്ടന്റ് ആണ്. അയച്ചോ? കംപ്ലീറ്റ് ചെയ്തോ? Okay, next നോക്കാം. A patient on ventilator requires to get monitored for his. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ ആ പേഷ്യന്റിന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് മോണിറ്റർ ചെയ്യുന്നത് പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. ഇമ്പോർട്ടന്റ് ആണ്, മാർക്ക് ചെയ്ത് വെച്ചോളൂ. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഹാർട്ട് റേറ്റ്, എപ്പോഴും ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണം. അതുപോലെ ബ്ലഡ് പ്രഷർ, BP ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. then റെസ്പിറേറ്ററി റേറ്റ്, നമ്മുടെ ശ്വാസം നിരക്ക്, ബ്രീത്തിങ് എടുക്കുന്നതൊക്കെയാണ് നമ്മളത് ചെക്ക് ചെയ്യണം. ഓക്സിജൻ സാച്ചുറേഷൻ, ഓക്സിജന്റെ അളവ് ചെക്ക് ചെയ്യണം. ഓൾസോ നീഡ് റെഗുലർ ചെസ്റ്റ് എക്സ്റേസ് ഓർ സ്കാൻസ്, ചെസ്റ്റിന്റെ റെഗുലർ ആയിട്ടുള്ള എക്സ്റേസ് എടുക്കണം. അല്ലെങ്കിൽ മറ്റ് സ്കാനിങ് ഉണ്ടെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കണം. then additionally blood test may be required to determine the blood oxygen in carbon dioxide levels. അഡീഷണൽ ആയിട്ട് മറ്റ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യണം. ബ്ലഡിലെ ഓക്സിജന്റെയും കാർബണിന്റെയും ലെവൽസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്തിരിക്കണം.
ഇത്രയും കാര്യങ്ങളാണ് പേഷ്യന്റ് വെന്റിലേറ്ററിലായിരിക്കുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഹാർട്ട് റേറ്റ് നോക്കാം, ബി.പി നോക്കാം, റെസ്പിറേറ്ററി റേറ്റ് നോക്കണം, ഓക്സിജൻ സാച്ചുറേഷൻ റേറ്റ് നോക്കാം, എക്സ്റേസ് എടുക്കാം, ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ലെവലൊക്കെ ബ്ലഡിൽ എത്രത്തോളം ഉണ്ട് എന്നുള്ളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, സൈഡിൽ മാർക്ക് ചെയ്ത് വെക്കാം, എക്സാമിന് ചോദിക്കാറുള്ളത്. The next one, what are the benefits of mechanical ventilation? Mechanical ventilations-ന്റെ അല്ലെങ്കിൽ വെന്റിലേറ്ററിന്റെ ബെനഫിറ്റ്സുകൾ എന്തൊക്കെ? ബെനഫിറ്റ്സ് ഉണ്ടോ വെന്റിലേറ്ററിന്? വളരെയധികം ബെനഫിറ്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ എന്തൊക്കെയാണ് വെന്റിലേറ്ററിന്റെ ബെനഫിറ്റ്സ് എന്നാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. 5 ബെനഫിറ്റ്സ് ഉള്ളൂ. സോ 5 എണ്ണം മനസ്സിലാക്കി പഠിച്ചു വെക്കാം. ഫസ്റ്റ് ബെനഫിറ്റ് പറയുന്നത് the patient does not have to exert as much effort to breathe. The patient does not have to exert as much effort to breathe. പേഷ്യന്റ് ബ്രീത്തിൽ കൂടുതൽ ഇപ്പോ ബ്രീത്ത് ചെയ്യാനായിട്ട് ഭയങ്കരമായിട്ട് എഫോർട്ട് എടുക്കേണ്ട ആവശ്യമില്ലാന്ന് അല്ലെ? അതായത് നമ്മൾ പറഞ്ഞു പേഷ്യന്റിന് ഇതുപോലെ എഫോർട്ട് എടുക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് നമ്മുടെ വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നതെന്ന് പറഞ്ഞു. അതായത് നോർമൽ ബ്രീത്ത് പോലെ സാധ്യമല്ലാതെ വരുമ്പോൾ സോ പേഷ്യൻസിന് കൂടുതൽ പ്രയത്നിക്കാനായിട്ട് എന്താ പേഷ്യന്റ് ഡസ് നോട്ട് ഹാവ് എക്സേർട്ട്. അതായത് പേഷ്യന്റ് ഒരുപാട് റിസ്ക് എടുക്കാനായിട്ട് തയ്യാറല്ലാതെ റിസ്ക് എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഫേർട്ടിന് അതായത് അവന് സ്വയം ബ്രീത്ത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്കിത് കൂടുതൽ ബെനിഫിറ്റബിൾ ആണ്. Then the patient breathing is likely to become normal. നോർമലിനെയും നമ്മുടെ ശ്വസനം അല്ലെങ്കിൽ ബ്രീത്തിങ് നോർമലിലോട്ട് എത്തിക്കാൻ വെന്റിലേഷൻ ബെനഫിറ്റ് ആണ്. Then മൂന്നാമത്തെ ബെനഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ helps the patient receives as much oxygen as he or she requires. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ റിസീവ് ചെയ്യാൻ സ്വീകരിക്കുവാൻ. മെയിൻ്റെനൻസ് എ സ്റ്റേബിൾ എയർവേ. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എയർവേ സ്ഥിരമായിട്ടുള്ള ഒരു എയർവേ ആ ഒരു വായുമാർഗം സ്വീകരിക്കുക. Then permits medications to work and the body to make better. അല്ലെ, മരുന്നുകളൊക്കെ ശരിയായിട്ടുള്ള രീതിയിലൊക്കെ പ്രവർത്തിക്കാനും നമ്മളുടെ ബോഡിയെ ബെറ്റർ ആക്കാനും. അതായത് ബ്രീത്തിങ്ങൊക്കെ ശരിയായിട്ടുണ്ടെങ്കിൽ തന്നെ മെഡിക്കേഷൻസിനൊക്കെ അത് പുരോഗതി കാണിക്കും. അതുപോലെ തന്നെ പേഷ്യൻസിന്റെ ബോഡി ബെറ്റർ ആവാനും ഹെൽപ്പ് ചെയ്യുന്നു. മെസ്സേജ് ഇപ്പൊ തന്നെ കൺഫർമേഷൻ അയക്കാണോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ഞാൻ പറയാം, ക്ലാസ് കഴിയുമ്പോൾ ഞാൻ പറയാൻ ഇരിക്കുകയായിരുന്നു. ഇൻഫർമേഷൻ വന്നോ? ഓക്കെ, ദെൻ നോക്കാം. അപ്പൊ ബെനഫിറ്റ്സ് ആണ് നമ്മൾ പഠിച്ചത്. പേഷ്യൻസിന്റെ വെന്റിലേറ്റർ കൊണ്ട് നമുക്ക് പേഷ്യൻസിനുള്ള ബെനഫിറ്റ്സുകൾ. ഓക്കെ, ദെൻ ബെനഫിറ്റ്സും വായിക്കണം, അതുപോലെ തന്നെ മോണിറ്റർ ചെയ്യേണ്ടതും വായിക്കാം. വായിക്കുമ്പോൾ തന്നെ അത് പഠിച്ചുകൂടി പോകാൻ ശ്രമിക്കണം കേട്ടോ. വായിച്ചു നോക്കിക്കോളൂ. പേഷ്യന്റ് വെന്റിലേറ്റർ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ എന്താണ് ബെനഫിറ്റ്സും വായിക്കണം. ബെനഫിറ്റ്സ് ആണോ പറയാൻ പറഞ്ഞത്? അതായത് ഫസ്റ്റ് ബെനഫിറ്റ് പറയുന്നത് the patient does not have to exert much effort to breathe. അതായത് പേഷ്യൻസ് ബ്രീത്ത് ചെയ്യാനായിട്ട് വളരെയധികം എഫേർട്ട് എടുക്കാനായിട്ട് തയ്യാറല്ല എന്ന് പറയുന്നത് അവർക്ക് സാധിക്കുന്നില്ല. അത്തരം സിറ്റുവേഷനിൽ വെന്റിലേറ്റർ ബെനിഫിറ്റബിൾ ആണ്. Then the patient breathing is likely to become normal. ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്രീത്തിങ് ലഭിക്കാൻ ഈ വെന്റിലേറ്റർ സഹായകമാണ്. That helps the patients receive as much oxygen as she requires. പേഷ്യന്റിന് ആവശ്യമായിട്ടുള്ള ഒരു ഓക്സിജൻ ലങ്സിലോട്ട് എത്തിക്കുന്നതിൽ വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. മെയിൻറ്റെയിൻ എ സ്റ്റേബിൾ എയർവേ. ഒരു സ്ഥിരമായിട്ടുള്ള ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു എയർവേ ലഭിക്കാനും വെന്റിലേറ്റർ ഹെൽപ്പ് ചെയ്യുന്നു. That permits medications to work and the body to make better. അതായത് നമുക്ക് ഈ ഒരു വെന്റിലേറ്ററിലൂടെ ബ്രീത്തിങ് ഒക്കെ സാധ്യമാകുമ്പോൾ മെഡിക്കേഷൻസ് ഒക്കെ പെർമിറ്റ് ചെയ്യാനും അതായത് മെഡിസിൻസ് ഒക്കെ ഫലം കാണാനും to work on the body to make better. അതുമൂലം
ആ പേഷ്യൻസിന്റെ ബോഡി കുറച്ചുകൂടി ബെറ്റർ ആവാനും ഹെൽപ്പ് ചെയ്യുന്നു. ക്ലിയർ ആയോ? ആ പോയിന്റ്സ് അതുപോലെ തന്നെ പഠിക്കണം കേട്ടോ. ബെനഫിറ്റ്സ് മനസ്സിലാക്കി പഠിക്കാം കേട്ടോ. ബെനഫിറ്റ്സ് എക്സേർട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ അതിനു വേണ്ടി എന്താ പറയാ എഫേർട്ട് എടുക്കാനൊക്കെ പറയില്ലേ, ആ ഒരു മീനിങ് തന്നെയാണ് കേട്ടോ. ആ ഒരു എക്സേർട്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോ ബ്രീത്തിങ്ങിന് സാധ്യമല്ലാത്ത പേഷ്യൻസ്, ശ്വസിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു പേഷ്യൻസ് ഉണ്ടല്ലോ, അവർക്ക് മീൻസ് ഡസ് നോട്ട് ഹാവ് എന്ന് പറഞ്ഞാൽ അവർക്ക് സാധിക്കണില്ല ബ്രീത്ത് ചെയ്യാനായിട്ട് നോർമലായിട്ട്. അത്തരത്തില് നമുക്ക് വെന്റിലേറ്റർ ഹെൽപ്ഫുൾ ആണ്. Fifth point, permits medications to work and the body to make better. അതായത് മരുന്നുകളൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ അതുമൂലം ബോഡി ബെറ്റർ ആക്കാനും സാധിക്കുന്നു. അതായത് നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, ക്രിട്ടിക്കൽ പേഷ്യൻസിനൊക്കെ ആണെങ്കിൽ എന്താണ് മരുന്നിനോട് പ്രതികരിക്കില്ല എന്നൊക്കെ പറയും ഇല്ലേ? കേട്ടിട്ടുണ്ടോ? മോസ്റ്റ് ക്രിട്ടിക്കലൊക്കെ വരുമ്പോഴേ മരുന്നിനോട് പ്രതികരിക്കണമെന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. സോ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ അവരുടെ ബ്രീത്തിങ് ഒക്കെ നോർമൽ ആക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വെന്റിലേറ്ററിന്റെ ഹെൽപ്പോട് കൂടി ബ്രീത്തിങ് ഒക്കെ നോർമൽ ആക്കിയാൽ നോർമൽ ആയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ആ മെഡിക്കേഷൻസ് അത് പെർമിറ്റ് ചെയ്യാൻ തുടങ്ങും. സോ ബോഡി കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചോ? ഓക്കെ. The next one, risk of being on ventilator. ഇനി വെന്റിലേറ്ററിൽ കഴിയുന്ന പേഷ്യൻസിന് എന്തെങ്കിലും റിസ്കുകൾ ഉണ്ടോ? റിസ്ക് ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞു വളരെയധികം ഒരു സിറ്റുവേഷൻ ആണ് അത് അല്ലെ. ട്യൂബ് ഒക്കെ ഇട്ടിട്ടുള്ള പേഷ്യൻസിനാണെങ്കിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്താണ് വെള്ളം കുടിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ സ്പീക്ക് ചെയ്യാൻ പറ്റില്ല അല്ലെ, ഇറിറ്റേഷൻ ഉണ്ടാകും. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വെന്റിലേറ്ററിലായിരിക്കുന്ന പേഷ്യൻസിന്റെ റിസ്കുകൾ എന്തൊക്കെയാണ്. Life can be saved by a ventilator. അല്ലെ, നമ്മുടെ വെന്റിലേറ്റർ കൊണ്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കും. Nevertheless, like other specimens, ventilators can cause major side effects.
നമ്മൾ പഠിച്ചു വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവൻ രക്ഷാ ഉപകരണമാണ്. എന്നിരുന്നാലും അതില് ഫ്യൂച്ചറിൽ സൈഡ് എഫക്ട്സുകൾ ഉണ്ട്. Then this is more common if the patient is on a ventilator for a prolonged period. In a prolonged period എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു പേഷ്യന്റ് നീണ്ട കാലയളവ് വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമായി വന്നാൽ അത്തരത്തിലുള്ള പേഷ്യൻസുകൾക്ക് ഫ്യൂച്ചറിൽ അത് സൈഡ് എഫക്ട്സ് സംഭവിക്കാം. ലോങ് ടൈമില് ചിലപ്പോ ഒരു 1-2 ദിവസമൊക്കെ വെന്റിലേറ്ററിലാണെങ്കിൽ അത്ര ഫ്യൂച്ചർ എഫക്ട്സ് ഒന്നും വരുന്നില്ല. പക്ഷേ നീണ്ട കാലയളവില് ഇപ്പൊ ചിലപ്പോ പേഷ്യൻസിന് 1 മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തോളം വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ? സോ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ഫ്യൂച്ചറിൽ ഈ വെന്റിലേറ്ററിന്റെ സൈഡ് എഫക്ട്സ് ഉണ്ടാവുന്നു. Then a few of the most common risks connected with being on a ventilator include. അപ്പോൾ കോമൺ ആയിട്ടുള്ള റിസ്കുകളാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. പേരുകൾ മാത്രം നോക്കാം. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂസ്, പൾമണറി എഡിമ, then ബ്ലഡ് ക്ലോട്ട്സ്. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന റിസ്കുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെന്റിലേറ്റർ ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന റിസ്കുകളാണ്. ഇൻഫെക്ഷൻ വരുന്നു അല്ലെ? ഫസ്റ്റ് വൺ ഇൻഫെക്ഷൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എന്താ റിസ്ക് ആണ് ഇൻഫെക്ഷൻ ഉണ്ടാവുക എന്നുള്ളത്. നോക്കാം. വൺ ഓഫ് ദ മെയിൻ റിസ്ക് ബീയിങ് ഓൺ എ വെന്റിലേറ്റർ വിത്ത് എ ബ്രീത്തിങ് ട്യൂബ് ഈസ് ഇൻഫെക്ഷൻ. നമ്മൾ പറഞ്ഞു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിന് ബ്രീത്തിങ് ട്യൂബ് ഇട്ടിട്ടുണ്ടാവും. സോ ഇത് ഒരുപാട് കാലം ഇങ്ങനെ ബ്രീത്തിങ് ട്യൂബ് ഇട്ടിട്ട് കഴിയുമ്പോൾ ഈ ട്യൂബില് ഇൻഫെക്ഷൻസ് വരാൻ ചാൻസ് ഉണ്ട് അല്ലെ? എങ്ങനെയാ വരുന്നത്? ഫ്ലൂയിഡ് ആൻഡ് മ്യൂക്കസ് ഡെവലപ്ഡ് ഇൻ ത്രോട്ട് and windpipe can permit germs. ഈ ഫ്ലൂയിഡും മ്യൂക്കസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ ചെറിയ സ്രവങ്ങൾ എന്നൊക്കെ പറയില്ലേ? അപ്പൊ ഇതെല്ലാം നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുകയെ ദെൻ തൊണ്ടയിൽ നമ്മുടെ വിറ്റ് പൈപ്പിലൊക്കെ ഈ മ്യൂക്കസും ഫ്ലൂയിഡ്സും ലാവണങ്ങളും ഇങ്ങനെ അടിയാൻ തുടങ്ങും. ദെൻ അത് അണുക്കളായിട്ട് മാറും അല്ലെ? ജെംസ് ആയിട്ട് മാറും. ഈ ട്യൂബിനുള്ളിൽ ഇങ്ങനെ നമ്മളിങ്ങനെ മ്യൂക്കസും ഫ്ലൂയിഡൊക്കെ വന്ന് കൂടിയിട്ട് അത് അണുക്കളായി മാറുന്നു. Then permit germs to pile up on the breathing tube. Breathing tube നുള്ളിൽ germs ആയിട്ട് അത് മാറും. These germs can then move into the lungs. ഈ germs എന്തെയും നേരെ മൂവ് ചെയ്ത് നമ്മുടെ ലങ്സിനുള്ളിലോട്ട് പ്രവേശിക്കുന്നു. This can increase the risk of developing pneumonia. അങ്ങനെ ലങ്സിലോട്ട് എത്തി ലങ്സിൽ ഇൻഫെക്ഷൻ ആയിട്ട് ന്യൂമോണിയ ആയി വരാം. Pneumonia or sinus infection are also usual with the breathing tube. സൈനസ് ഇൻഫെക്ഷൻ, സൈനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സൈനസൈറ്റിസ് കേട്ടിട്ടുണ്ടാവും. നമ്മുടെ മൂക്കിലൊക്കെ വരുന്ന ഒരു ഇത് സൈനസൈറ്റിസ് കേട്ടിട്ടുണ്ട്. യെസ്, നമ്മുടെ മൂക്കിന്റെ ഉള്ളിലും ഇൻഫെക്ഷൻ വരുത്തുന്നു. അതുപോലെ തന്നെ ഇത് ലങ്സിന് ഇൻഫെക്ഷൻ വന്ന് ന്യൂമോണിയ ആയിട്ട് മാറാനും ചാൻസ് ഉണ്ട്. ഇതാണ് ഇൻഫെക്ഷനിൽ പറയുന്നത്. മെയിൻ ആയിട്ടും ബ്രീത്തിങ് ട്യൂബിലൂടെ ഈ ബ്രീത്തിങ് ട്യൂബില് അണുക്കൾ വന്ന് അടിഞ്ഞിട്ട് ഈ അണുക്കൾ നേരെ ശ്വാസകോശത്തിലോട്ട് പ്രവേശിച്ച് അവിടെ പോയിട്ടത് ന്യൂമോണിയ ആയിട്ട് മാറും. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ഇൻഫെക്ഷൻ ഫസ്റ്റ് പോയിന്റ് വായിക്കാം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക കേട്ടോ. റിസ്ക് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, ആ ഒരു കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ടാർഗറ്റ് ചെയ്ത് എഴുതിയിട്ടില്ലേ, അതൊന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. അതിനകത്ത് ഉള്ളിലുള്ളത് എന്താണ് സംഭവം എന്ന് നിങ്ങൾ തന്നെ സ്വയം ഒന്ന് വായിച്ചൊന്ന് നിങ്ങളുടേതായ രീതിക്ക് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മ്യൂക്കസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശ്ലേഷ്മതരം പോലെയൊക്കെയുള്ള ഒരു സംഭവമാണ്. ഓക്കെ,
ഓക്കെ, ഇപ്പൊ നമ്മള് ചാപ്റ്റർ ഏകദേശം കഴിയാറായിട്ടോ. എനിക്ക് തോന്നുന്നു മേബി ഇനി ഒരു ക്ലാസ്സും കൂടി മതി. നമ്മൾ അടുത്തെടുത്ത് ഇവിടം വരെ എത്തി, ഫ്ലോയിൽ അങ്ങോട്ട് പോയി അല്ലേ? ആണോ? പുള്ളിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാവുമോ? നിങ്ങളോട് ഞാനത് പഠിക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ പറയുന്നത് പഠിക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറയും. നമ്മളൊന്നും സ്കിപ്പ് ചെയ്യണ്ട, പഠിച്ചു പോവുക കേട്ടോ. സ്കിപ്പ് ചെയ്യണ്ട, വായിച്ച് മനസ്സിലാക്കി വെക്കാം. ഞാൻ പ്രീവിയസ് ആയിട്ട് ചോദിക്കുന്നതൊക്കെയാണ് നിങ്ങളോട് ഞാൻ അണ്ടർലൈൻ ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത്. എന്ന് കരുതി നമ്മളെ വിട്ട് കളയണ്ട, സ്കിപ്പ് ചെയ്യരുത് ഒരിക്കലും. അറ്റ്ലീസ്റ്റ് ഒന്ന് വായിച്ചെങ്കിലും വെക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ, ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്ത് എഴുതാനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് നമുക്കൊന്ന് ഫസ്റ്റ് തുടങ്ങി ഒന്ന് വായിച്ചു നോക്കാം. ഇൻഫെക്ഷൻസിന്റെ പാർട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഇനി പറയുന്നുള്ളൂ. ഒരുപാട് എടുത്ത് പോയി, അത്ര ഇനി ഒരുപാട് എടുത്ത് ഇനിയിപ്പോ ചാപ്റ്റർ കുറച്ചും കൂടി ഉള്ളു. ഒരു ക്ലാസ്സിനും കൂടി നമുക്ക് ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇൻഫെക്ഷൻസിനെ ഒന്നും കൂടി അടുത്ത ക്ലാസ്സിൽ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. ഒരുപാട് എടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ? ആണോ? കുഴപ്പമില്ലാണ്ട് പോയില്ലേ? നമ്മൾ ഇത്രയും ഒറ്റയടിക്ക് ഇത്രയും ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചാപ്റ്റർ അല്ലെ? ഒരുപാട് എല്ലാം കൂടി ഞാൻ എടുത്ത് നിങ്ങളെ എന്താ പറയാ പഠിക്കാനായിട്ട് വർക്ക് ലോഡ് ആക്കണില്ല. ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. നമ്മളിന്ന് പഠിച്ചത് വെന്റിലേറ്റർ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ആണ്. വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ലങ്സിന് വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് വെന്റിലേറ്റർ. അതിന് നമ്മൾ എന്ത് വിളിക്കാം? ഒരു ലൈഫ് സേവിങ് മെഷീൻ എന്ന് വിളിക്കാം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെന്റിലേറ്റർ അറിയപ്പെടുന്ന മറ്റു രണ്ട് പേരുകളാണ് ബ്രീത്തിങ് മെഷീൻ എന്ന് പറയുന്നു, അതുപോലെ തന്നെ എന്താണ് മെക്കാനിക്കൽ വെന്റിലേഷൻ. പിന്നെ നമ്മൾ പഠിച്ചു വെന്റിലേറ്റർ ആവശ്യമായിട്ട് വരുന്ന സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഹെൽത്ത് കണ്ടീഷൻസ്. ഇപ്പൊ കുറെ ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ പഠിച്ചു. അതിൽ ARDS COPD ഫുൾ ഫോം കമ്പൽസറി ആയിട്ട് പഠിക്കണം. ARDS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം, then chronic obstructive pulmonary diseases. then വേറെ എന്തൊക്കെയാണ് ഹെൽത്ത് കണ്ടീഷൻസ് എന്ന് പഠിച്ചു വെക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു സർജറിയുടെ സർജറി സമയത്തും then ആഫ്റ്റർ സർജറിക്കും നമുക്ക് വെന്റിലേറ്റർ ആവശ്യമാണ്. കാരണം എന്താണ്? സർജറിക്ക് നമ്മൾ കൊടുക്കുന്ന അനസ്തേഷ്യ പേഷ്യൻസിന് ബ്രീത്തിങ്ങിന് ഡിഫിക്കൽട്ടി ഉണ്ടാക്കുന്നു. സോ അറ്റ് ദാറ്റ് ടൈം വെന്റിലേറ്ററിന്റെ സഹായം ആവശ്യമാണ്. then വെന്റിലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പേഷ്യന്റിന്റെ രോഗത്തെ മാറ്റുന്നില്ല, മറിച്ച് ഇൻഫെക്ഷനും ഡിസീസസും ഒക്കെ മാറി പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. വെന്റിലേറ്റർ വർക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളിക്കൊണ്ട് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജനെ ലങ്സിലോട്ട് എത്തിക്കുന്നു. എയർവേസ് ഇൻക്ലൂഡ് ചെയ്യുന്നത് നോസ്, മൗത്ത്, ത്രോട്ട്, വോയിസ് ബോക്സ് ആൻഡ് വിൻഡ് പൈപ്പ്, ലങ്സ് ട്യൂബ്. ഇത് നമ്മൾ പറഞ്ഞു വെന്റിലേറ്ററിൽ നിന്നും നമ്മൾ ഓക്സിജനെ സ്വീകരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് ഫിറ്റഡ് മാസ്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബ്രീത്തിങ് ട്യൂബ്. ഈ രണ്ട് രീതിയിലാണ് ലങ്സിലോട്ട് നമ്മൾ ഓക്സിജനെ സ്വീകരിക്കുന്നത്. വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻസിന് ബ്രീത്തിങ് ട്യൂബ് ഇടുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നു. They are unable to speak, eat or move about. ഒരു പേഷ്യന്റ് വെന്റിലേറ്ററിൽ ആയിരിക്കുമ്പോൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യങ്ങൾ ഹാർട്ട് റേറ്റ് നോക്കുക, റെസ്പിറേറ്ററി ഓക്സിജൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. പിന്നെ നമ്മൾ ബെനഫിറ്റ്സ് ആണ് പഠിച്ചത്. ഒരു വെന്റിലേഷന്റെ ആവശ്യമായിട്ടുള്ള ബെനഫിറ്റ്സുകൾ എന്തൊക്കെയാണ്. ദെൻ റിസ്ക് അല്ലെ, വെന്റിലേറ്ററിൽ നമ്മൾ ലോങ് പീരീഡിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് അത് ഫ്യൂച്ചറില് സൈഡ് ഇഫക്ട്സ് വന്നിരിക്കാം. ഇൻഫെക്ഷൻ, ഇറിറ്റേഷൻ, വോക്കൽ കോഡ് ഇഷ്യൂ, പൾമണറി എഡീമ, ദെൻ ബ്ലഡ് ക്ലോട്ട്സ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോ വെന്റിലേറ്ററിനും ചാപ്റ്ററും ഇത്രയും എടുത്തത്രയും ക്ലിയർ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഈ ചാപ്റ്റർ? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായി ചാപ്റ്റർ? പഠിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ? അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ആ ഒരു ഫ്ലോയിൽ എനിക്കും അവിടം വരെ എത്താൻ പറ്റി അല്ലെ? ഒരുപാട് എടുത്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ എടുത്തത് നിങ്ങൾക്ക് വർക്കിലോട് ആക്കി തരുന്നില്ല. ഇൻട്രസ്റ്റിംഗ് ആയി. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തുകൊണ്ടാണ് അധികം പഠിക്കാനൊന്നും ഇല്ലല്ലോ, ഒരുപാട് പഠിക്കാൻ ടൈമൊന്നും ഇല്ല അല്ലെ? ഇത് എനിക്ക് അറിയില്ലാത്ത കാര്യമാണ്. ഫസ്റ്റ് ടൈം അറിയുമ്പോൾ അതിന്റെ ഒരു ഇതുണ്ട് അല്ലെ? ഓക്കെ,
അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഈ റിസ്ക് ഓൺ വെന്റിലേറ്റർ എടുക്കാം. Then ഒരു കാര്യം പറയാം, നെക്സ്റ്റ് അടുത്ത ക്ലാസ് ഉണ്ടായിരിക്കില്ല, ഒരു ക്ലാസ് ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, സന്തോഷമായോ? വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് റിസ്ക് എടുക്കാം കേട്ടോ. റിസ്ക് ഓഫ് വെന്റിലേറ്റർ എടുക്കാം. നെക്സ്റ്റ് ക്ലാസ് ഉണ്ടായിരിക്കില്ല. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, Miss. Thank you.